ജാസ്മിനും ഗബ്രിയും അങ്ങനെ രണ്ടു വഴിക്കായിരിക്കാണ് മക്കളെ, രണ്ടു വഴിക്കായിരിക്കാണ്. പ്രൊമോ വന്നിട്ടുണ്ട്. രണ്ടും കൂടി അടിച്ച് പിരിയുന്ന പ്രൊമോ എത്തിയിരിക്കുകയാണ്. അവിടെ ജാസ്മിനും ഗബ്രിയും റസ്മിന്റെ മുന്നിൽ വെച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ നല്ല ലവേഴ്സ് ആയിരിക്കണം. ഇത് രണ്ടുമല്ലാത്ത രീതിയിൽ നമ്മൾ ഇവിടെ നിൽക്കുന്നതാണ് പ്രശ്നം. അതാണ് ഇവിടെ പ്രശ്നം വരുന്നത് എന്ന് അവിടെ ജാസ്മിൻ പറയുന്നുണ്ട്. ആ സമയത്ത് ജാസ്മിൻ പിന്നെ വീട് പറയുന്ന വാചകം എന്തെന്നാൽ എനിക്കിവനെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള കാര്യമാണ്. ആ സമയത്ത് അവിടെ ഗബ്രി പറഞ്ഞ മറുപടിയാണ് പൊളിച്ചടുക്കിയത്. ഗബ്രി പറഞ്ഞത് മറ്റൊന്നുമല്ല, എനിക്കിവളെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ്, പക്ഷേ അത് വെച്ച് ഇവളായിട്ട് റിലേഷൻഷിപ്പിലാവാനോ കല്യാണം കഴിക്കാനോ എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ജാസ്മിൻ ആകെ ഷോക്കായിക്കൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് കിട്ടാനുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞു, ഇനി വേറൊന്നിന്റെ ആവശ്യകതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ആകെ ഷോക്കായി സങ്കടപ്പെട്ട് അവിടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാവുന്ന പ്രമോ ആണ് നമുക്കിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംഭവം എന്താണ്? ജാസ്മിൻ ഗബ്രിയെ തേച്ചതോ ഗബ്രി ജാസ്മിനെ തേച്ചതോ? സത്യത്തിൽ മൊത്തം കൺഫ്യൂഷൻ. മൊത്തത്തിൽ എന്താണെന്ന് എനിക്ക് തന്നെ ഒരു എത്തും പിടുത്തം കിട്ടുന്നില്ല. ഇവർ രണ്ടുപേരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നാടകം കളിച്ച് ഇപ്പൊ ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചത് എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഇവിടെ ജാസ്മിനാണ് ഗബ്രിയെ തേച്ചത്, ഗബ്രിയാണ് ജാസ്മിനെ തേച്ചത്? ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും രണ്ടുപേരുടെയും നാടകം ഇതോടുകൂടിയെങ്കിലും അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. ഈ നാടകം കണ്ട് പ്രേക്ഷകർക്ക് തന്നെ മടുത്തു. ഒന്ന് അവസാനിപ്പിച്ചുകൂടെ എന്ന് പ്രേക്ഷകർ ഒന്നടങ്കം ചോദിക്കുന്നുണ്ട്. ഇതിനെങ്കിലും ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൂടെ മക്കളെ? വീണ്ടും കുറച്ച് കഴിയുമ്പോൾ രാത്രിയാവുമ്പോൾ വീണ്ടും വരും, ഇല്ലടാ അങ്ങനെയല്ലടാ, ഞാൻ അത് ഉദ്ദേശിച്ചിട്ടല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വരും, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു, അപ്പൊ തിരിച്ച് ഐ ലവ് യു ടു. ഇതൊക്കെ വീണ്ടും നമുക്ക് രാത്രിയാവുമ്പോൾ കേൾക്കേണ്ടി വരുന്ന അവസ്ഥ അത് വല്ലാത്തൊരു ഇറിറ്റേഷനാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആ റിലേഷൻ അവിടെ വെച്ച് ബ്രേക്കപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ റിലേഷനിലാവുക. നല്ല റിലേഷനിലായി ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിലേഷൻ കണ്ടിന്യൂ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും അടിച്ചു പിരിഞ്ഞ് ശത്രുക്കളാവുക. ഇതിലേതെങ്കിലും ഒന്ന് പ്രേക്ഷകർക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അല്ല, നിങ്ങളുടെ ജീവിതമാണ്, ഞങ്ങൾക്ക് കൈകടത്തേണ്ട ആവശ്യകതയൊന്നുമില്ല. പക്ഷേ ലൈവായിട്ട് ഇത് കണ്ട് ബോറടിച്ച് മടുത്തുപോയി. അതുകൊണ്ട് പറയുന്നതാണ്. എന്തായാലും അടിച്ചു പിരിഞ്ഞു എന്ന് ഞങ്ങളൊന്ന് പ്രതീക്ഷിച്ചോട്ടെ.